ബിഹിമ്മതിഹി സർമൻ ലിഗഫവതിഹി അജബ്തുഹു മുസ്രിയൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദു യാ അബ്ദുൽ ഖാദിർ മുഹിയദ്ദീനി. നോക്കൂ നിങ്ങൾ, വമൻ യുനാദിസ്നി, എന്റെ പേര് ആരെങ്കിലും വിളിച്ചാൽ, അൽഫൻ 1000 തവണ വിളിച്ചാൽ, എങ്ങനെ ബിഖൽവതി ഏകാന്തമായിട്ട് ഇങ്ങനെ വിളിക്കണം. പണ്ട് കാലത്ത് അങ്ങനെയാ, വിളക്കങ്ങട്ട് ഊതും. എന്താ പിന്നെ ഇരുട്ടത്തൊരു ഇരുട്ടത്തെന്താ ഒരു പ്രാർത്ഥന എന്ന് കാരണവന്മാരായ ആൾക്കാർ പണ്ടൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ എന്തിനാ ഈ വിളക്കൂതണെന്നറിയാം? ആ വിളക്കണ്ട് ഊതിക്കഴിഞ്ഞാൽ പ്രകാശമല്ലെങ്കിൽ പിന്നെ ഏകാന്തതയാവുന്ന. എത്ര 1000 ആൾക്കാരുണ്ടെങ്കിലും വിളക്കില്ലല്ലോ, വെളിച്ചല്ലല്ലോ. അപ്പൊ ഏകാന്തത അവിടെ ഉണ്ടാവുന്ന. ആ ഏകാന്തത കിട്ടാൻ വേണ്ടിയിട്ടാ വിളക്കൂതണേ. എന്നിട്ട് യാ ശൈഖ് മുഹിയുദ്ദീൻ, യാ ശൈഖ് മുഹിയുദ്ദീൻ, ഇങ്ങനെ 1000 പ്രാവശ്യം ഇങ്ങനെ വിളിച്ച് കേടന്നെ. അപ്പൊ കൂട്ടത്തിലെ ഏതെങ്കിലും നല്ല വിദ്വാൻ എന്ത് ചെയ്യുന്നറിയോ? മൂപ്പര് കാലുകൊണ്ട് മെല്ലണ്ട് ചവിട്ടും. എന്നിട്ട് പിന്നെ നേരം വെളുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെളിച്ചം കഴിഞ്ഞാൽ ഒരു കാൽപാദമാണ്. മൊയ്തീൻ ഷേഖ് വന്നിട്ടുണ്ട് കേട്ടോ, മൊയ്തീൻ ഷേഖിന്റെ കാല. എവിടെ? ഈ വിദ്വാൻ പറ്റിച്ച പണിയാണത്. ഈ വിദ്വാൻ പാലം വെച്ചതാ. പക്ഷെ ആൾക്കാരുടെ വിചാരം എന്താണെന്നറിയോ? ഇങ്ങനെ യാ ശൈഖ് മുഹിയുദ്ദീൻ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ വിളിച്ച് തേടിയത് കൊണ്ട് മൊയ്തീൻ ഷേഖ് വന്നു. മൊയ്തീൻ ഷേഖിന്റെ കാൽപാദമാണ് അവിടെ പതിഞ്ഞത്, ജനം വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ളൊരു അന്ധവിശ്വാസത്തിലൂടെ ജനങ്ങൾ ഇങ്ങനെ ഒഴുകിപ്പോയി. അപ്പോഴാ പറഞ്ഞത്, ഈ കുതുബിയത്ത് ബെയ്ത്തൊന്നും ഇസ്ലാമിൻ്റെതല്ല, ഇസ്ലാമിന്റെ രേഖയല്ലായത്, അത് കാലത്ത് കെട്ടി ചവച്ചുണ്ടാക്കപ്പെട്ടതാണ്. ഇങ്ങനെ കുതുബിയത്ത് ബെയ്ത്ത് ചൊല്ലിയിട്ടാണ് മൊയ്തീൻ ഷേഖിനെ നമ്മൾ ആദരിക്കേണ്ടത്? അല്ലെങ്കിൽ മൗലിദ് ചൊല്ലിക്കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിക്കേണ്ടത്? നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം, മനസ്സിലാക്കണം. ഇനി അടുത്ത റബീഉൽ അവ്വൽ മാസം പിറക്കാൻ പോകുന്നു. മൗലിദ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പറയുമ്പോ പഠിച്ചോ പറഞ്ഞിട്ടില്ല സ്വലാത്ത് ചൊല്ലാൻ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഖുർആൻ പറഞ്ഞിട്ടില്ലേ, നിശ്ചയം അല്ലാഹുവും അവന്റെ മലക്കുകളും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ, പ്രവാചകന്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ, സലാം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക. ഇവിടെ സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കുഴക്കുകയാണ്. പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിന് മുജാഹിദുകൾ എതിരല്ല, അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ സ്വലാത്ത് എന്ന് പറയുന്നത് ഒരു വാർഷികമായി കൊണ്ടാടപ്പെടേണ്ടതല്ല. ചില സ്ഥലങ്ങളിലൊക്കെ സ്വലാത്ത് വാർഷികം എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ടല്ലോ. പഠിച്ചോൻ പറഞ്ഞോ, നിങ്ങൾ ആണ്ടിൽ ഒരു സ്വലാത്ത് വാർഷികം സംഘടിപ്പിച്ചോളൂ എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഒരു വർഷത്തിൽ ഒരിക്കൽ കൊണ്ടാടപ്പെടേണ്ട ഒരു സംഗതിയല്ല സ്വലാത്ത് എന്ന് പറയുന്നത്. പിന്നെയോ എപ്പോഴും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാം. അതിന് പ്രത്യേക ഹൽക്കകൾ സംഘടിപ്പിക്കേണ്ടതില്ല, പ്രത്യേകം പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതില്ല. നമ്മൾ ഇശാ നമസ്കാരം കഴിഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. ഇശാ നമസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ പ്രവാചകന്റെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിയില്ലേ? എന്നാലും പറയും മുജാഹിദുകൾക്ക് സ്വലാത്തില്ല. മുജാഹിദുകൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. സ്വലാത്ത് ചൊല്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം കബൂലാവൂല, നിസ്കാരം അല്ല സ്വീകരിക്കൂല. അപ്പൊ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. എങ്ങനെ ചൊല്ലണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അല്ലാഹു തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ മറക്കാൻ പാടില്ല. പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ഈ ആയത്ത് അവതീർണമായ സന്ദർഭത്തിൽ സ്വഹാബിയ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, അങ്ങേക്ക് എങ്ങനെയാണ് സലാം പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ കൈഫ നുസല്ലി അലൈക, അങ്ങയുടെ പേരിൽ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലൂ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി ഇബ്രാഹിം, നിങ്ങൾ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുക, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് നീ രക്ഷ നൽകണമേ.
അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, അതുപോലെ മുഹമ്മദ് നബിയുടെ കുടുംബത്തിനും നീ സ്വലാത്ത് നൽകണമേ. ആരാണ് മുഹമ്മദ് നബിയുടെ കുടുംബം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിട്ടുള്ള നല്ലവരായ ആളുകൾ, അതാണ് മുഹമ്മദ് നബിയുടെ കുടുംബം. അവിശ്വാസികൾക്ക് അല്ല, രക്തബന്ധത്തിൽ പിറന്ന ആ കുടുംബമല്ല അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഈമാൻ കൊണ്ട വിശ്വസിച്ച മുഅ്മിനീങ്ങൾ, അവർക്ക് നീ സ്വലാത്ത് നൽകണമേ, രക്ഷ നൽകണമേ. ഏതുപോലെ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം, ഇബ്രാഹിം നബിക്കും ഇബ്രാഹിം നബിയുടെ കുടുംബത്തിനും നീ രക്ഷ നൽകിയതുപോലെ ഇബ്രാഹിം നബിയുടെ കുടുംബം എന്ന് പറയുമ്പോൾ ഇബ്രാഹിയുടെ ആ ഗണത്തിൽ പക്ഷേ ആ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹിം, ആലു ഇബ്രാഹിം എന്ന ലിസ്റ്റിൽ ആസർ പെടില്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ആസർ മുശ്രിക്കായിരുന്നു. സ്വന്തം കൈകൾ കൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് ഉപജീവനം കഴിച്ചു വന്ന വ്യക്തിയായിരുന്നു ആസർ. അപ്പൊ ആസർ ഇബ്രാഹിം നബിയുടെ സ്വന്തം പിതാവ് ആസർ ആ ആലു ഇബ്രാഹിമിൽ പെടില്ല. അത് പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഈ സ്വലാത്ത് ചൊല്ലിയിട്ടല്ലേ നമസ്കാരം കഴിഞ്ഞ് മുജാഹിദുകളും സുന്നികളും ജമാഅത്തുകാരും തെബിലീഗുകാരും എല്ലാവരും പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നത്. ആ നമസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടല്ലോ, എന്നാലും പറയും മുജാഹിദീങ്ങൾക്ക് സ്വലാത്തില്ല എന്നാണ് പറഞ്ഞാൽ മതിയോ? അതുപോലെ തന്നെ മുജാഹിദുകൾ പ്രസംഗിക്കുമ്പോൾ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാറുണ്ട്. ഖുതുബ നിർവഹിക്കുന്ന ഖതീബ് മുജാഹിദുകൾ മലയാളത്തിൽ ഖുതുബ ഓതുന്നവരാണെങ്കിലും ഖുതുബ നിർവഹിക്കുമ്പോൾ അള്ളാഹുവിനെ വെച്ചാൽ പ്രവാചകന്റെ സ്വലാത്ത് ചൊല്ലാറുണ്ട്. സ്വലാത്ത് ചൊല്ലാതെ ഖുതുബ നിർവഹിച്ചാൽ ആ ഖുതുബ അസാധുവാണോ? അത് മനസ്സിലാക്കണം. ലേഖനം എഴുതുമ്പോൾ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് എഴുതിക്കൊണ്ടാണ് ലേഖനം എഴുതാറുള്ളത്. ഏത് പ്രസംഗം നിർവഹിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ സ്വലാത്ത് വാർഷികം എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തിൽ ഒരിക്കൽ ഹാവഭാവങ്ങളോടുകൂടി ഒരു പരിപാടി സംഘടിപ്പിക്കാറില്ല മുജാഹിദുകൾ. നേരെ മറിച്ച് മുജാഹിദുകൾ സ്വലാത്ത് ചൊല്ലാറുണ്ട്. അപ്പൊ അതാണ് ഇന്നല്ലാഹു മലായികത്തഹു, നിശ്ചയം അള്ളാഹും അവന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ അള്ളാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറഞ്ഞ് അള്ളാഹുടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണോ? അല്ല. അസ്വലാത്തു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് സ്വലാത്ത് എന്ന പദത്തെ ചേർത്തുമ്പോൾ അതിന്റെ അർത്ഥം റഹ്മത്ത് എന്നാണ്. ആര് പറഞ്ഞു? ഇബ്നു മാലിക് അദ്ദേഹത്തിന്റെ അൽഫിയ എന്ന കിതാബ്, അൽഫിയയിലെ രണ്ടാമത്തെ ബൈത്ത് വിശദീകരിക്കുമ്പോൾ പറയുന്നു, മുസല്ലിയൻ അലർ റസൂലിൽ മുസ്തഫ വആലിഹിൽ മുസ്തക്മിലീന ശുറഫാ قال محمد هو ابن مالك أحمد رب الله خير مالك എന്ന് പറഞ്ഞിട്ട് ആ അൽഫിയ എന്ന് പറയുന്ന ബൈത്ത് 1000 ബൈത്ത് നഹ്വ് അഥവാ വ്യാകരണം, അറബി വ്യാകരണം 1000 ബൈത്തുകളിൽ ഒതുക്കിയ പുസ്തകമാണ് അൽഫിയ. ആ അൽഫിയയിലെ രണ്ടാമത്തെ ബൈത്തിൽ പറയുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് ഞാനിത് ആരംഭിക്കുന്നത്. അത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹുവിലേക്ക് സ്വലാത്ത് എന്ന പദത്തെ ചേർത്തുമ്പോൾ അതിന്റെ അർത്ഥം അർ-റഹ്മത്തു, അല്ല കരുണ ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. മലക്കുകളിലേക്ക് സ്വലാത്ത് എന്ന പദത്തെ ചേർത്തുമ്പോൾ അതിന്റെ അർത്ഥം അൽ ഇസ്തിഗ്ഫാറു, പൊറുക്കലിനെ തേടുക എന്നാണ്. ഇങ്ങനെ വിശദമായിട്ട് ആ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതാണ് മുജാഹിദുകൾ ജനങ്ങളോട് പറയുന്നത്. അപ്പൊ നബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. പക്ഷേ ഫാത്തിമക്കുട്ടി ഒരു കോഴിമുട്ട് 1000 ഉറുപ്പികൾക്ക് വിളിച്ചെടുത്തു. അതിനു വേണ്ടി സ്വലാത്തിനെ ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. കുറെ കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ലേലം വിളി ഉഷാറാക്കാൻ വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ഏർപ്പാട് അത് ശരിയല്ല. ആത്മാർത്ഥമായിട്ട് പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അതിന് മുജാഹിദുകൾ എതിരല്ല. അത് മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ, ഇത് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം പലപ്പോഴും ഇതൊക്കെ പറഞ്ഞിട്ടാണ് സാധാരണക്കാരായ ആളുകളെ കബളിപ്പിക്കാറുള്ളത്. കണ്ടോ, മുജാഹിദുകൾക്ക് സ്വലാത്തില്ലട്ടോ, സ്വലാത്തില്ലാത്ത കൂട്ടരാണെന്ന് പറഞ്ഞിട്ട് മുജാഹിദുകളെ വിമർശിക്കും.
അതുകൊണ്ട് മുജാഹിദുകൾക്ക് സ്വലാത്തുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ മുജാഹിദുകൾ സ്വലാത്ത് ചെല്ലാറുണ്ട് അതിന്റെ സ്ഥാനങ്ങളിൽ. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുള്ള രീതിയിൽ മുജാഹിദുകൾ പ്രാർത്ഥന നടത്താറുണ്ട്. നമസ്കാര ശേഷം, ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം ദിക്ർ ചൊല്ലണം. ആരാണ് അതിനെതിര്? മുജാഹിദുകൾ പറഞ്ഞു നമസ്കാരം കഴിഞ്ഞ ഉടനെ ദിക്റുകളൊന്നും ചൊല്ലാതെ എഴുന്നേറ്റ് ഓടണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ദിക്റുകൾ ചൊല്ലണം. സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അത് ഓരോരുത്തരും ചൊല്ലണം. അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം. ഇങ്ങനെയൊക്കെ ദിക്റുകൾ ചൊല്ലണം. അല്ലാഹുമ്മ അൻതസ്സലാമു വ മിൻകസ്സലാമു തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد ومنك الجد. ഇതൊക്കെ പ്രവാചകനിൽ നിന്ന് വന്നിട്ടുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനകൾ മുജാഹിദുകൾ ചൊല്ലുന്നു, ഓരോരുത്തരും ചൊല്ലുന്നു. 10 മൗമൂമീങ്ങൾ ഉണ്ടെങ്കിൽ 10 മൗമൂമീങ്ങളും പ്രാർത്ഥിക്കുന്നു. പിന്നെ അവരവരുടെ സ്വന്തം കാര്യങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിന് നമ്മൾ മോലിയാരെ നിങ്ങൾ ദ്വാർന്നുകൂടി ഞങ്ങളൊക്കെ ആമീൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് മോലിയാരെ ദ്വാർക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും ആ ദ്വാക്ക് മൗമൂമീങ്ങൾ ആമീൻ ചൊല്ലുകയും ചെയ്യുന്ന സമ്പ്രദായമല്ല മുജാഹിദുകൾക്കിടയിലുള്ളത്. പിന്നെയോ ഓരോരുത്തരും ആ നമസ്കാരത്തിൽ പങ്കെടുത്ത 10 ആളുകളുണ്ടെങ്കിൽ 10 ആളുകളും ദിക്റുകൾ ചൊല്ലുന്നു, പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ കാര്യത്തെ കുറിച്ചും പറയാം. ഒറ്റക്കൊറ്റക്കിങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലാതെ മോലിയാര് ദിക്റ് ചൊല്ലിക്കൊണ്ട് പിന്നെ നാട്ടുപ്രായം ഒരിക്കലും രൂപം മാതൃക നമുക്ക് കരുതല്ല. എന്ന് സലാം വീട്ടിൽ കഴിഞ്ഞതിന് ശേഷം ഇമാമ് മൗമൂങ്ങളുടെ പ്രാർത്ഥനക്ക് മൗമൂമിങ്ങൾ ആ സഭ തെല്ലുക ചെയ്തിട്ട് വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതിയ ഒരൊറ്റ കിതാബിലും പറഞ്ഞ ചില വിളവന്മാരുണ്ട് മുസ്ലിയാക്കന്മാരുടെ കൂട്ടത്തിൽ. ഒരു ഹക്കും ജാവും ദാത്തും ബർക്കത്തും ഒന്നും കൂട്ടൂല, ഒരു പടപ്പുകളെയും കൂട്ടൂല. ഒക്കെ ഖുർആനിൽ മാത്രം വന്ന പ്രാർത്ഥന. പണ്ട് ഈ കാട്ടുമുണ്ട ഒരു മാനുറ്റിസ്റ്റുകാരെന്ന് പറയും, നമ്മളേക്ക് വലിയ ലോഗ്യ, ഏത് സുന്നിയാണെങ്കിലും വലിയ ഞങ്ങൾ സലാം പറയും, ഞാൻ അങ്ങോട്ട് സലാം പറയും, മൂപ്പർ ഇങ്ങോട്ട് സലാം പറയും, ഞങ്ങൾ സലാം അടക്കും ചെയ്യും, വർത്താനൊക്കെ പറയും. അപ്പൊ ഒരിക്കൽ മാനുറ്റിസ്റ്റുകാരോട് ഞാൻ പറഞ്ഞു, അല്ല മുസ്ലിയാരെ നിങ്ങൾ ബാക്കിയാത്തു സാലിയാത്തുന്നൊക്കെ കിതാബൊക്കെ ഓതി വന്നതല്ലേ, അപ്പൊ ആ കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടില്ലേ ഈ ഇമാം സലാം വീട്ടിൽ കഴിഞ്ഞ ഉടനെ തന്നെ എഴുന്നേറ്റ് പോകണം, ഇമാം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് മൗമൂമിങ്ങൾ ആമീൻ എടുക്കുന്ന ആ സമ്പ്രദായത്തെ പറ്റി ആ കിതാബുകളിൽ ഒന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ഞങ്ങൾ ചെയ്യണ്? അപ്പൊ എന്നോട് അദ്ദേഹം ഞാൻ ദുആർക്കണീന് എന്തിനാ അച്ചങ്കാനിമാരെ ആമീൻ എടുക്കാൻ പോണ്? ഞാൻ എന്റെ കാര്യങ്ങളെ ദുആർക്കാണ്, അതിന് ഓലൊക്കെ കൂടി ആമീൻ എടുക്കാൻ പോയിട്ടല്ലേ, ഞാൻ ഓലോട് ആമീൻ എടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. നല്ല മനുഷ്യന്മാരതാ പറയാ. അപ്പൊ സത്യത്തിൽ ഇതിനൊന്നും തെളിവില്ലാന്ന് നല്ലവരായ പണ്ഡിതന്മാർക്കൊക്കെ അറിയാം. എന്നാലും തങ്ങൾ പരമ്പരാഗതമായി ചെയ്തു പോരുന്ന സംഗതിയാണെന്ന് പറഞ്ഞിട്ട് അതിന് രേഖയുണ്ടാക്കുവാനുള്ള ശ്രമത്തില. നോക്കൂ, ഏറ്റവും പള്ളി ദർസിൽ ഓതാറുള്ള ഏറ്റവും ചെറിയ കിതാബാണ് നൂറുൽ അബ്സാർ. നൂറുൽ അബ്സാറ്, ആ നൂറുൽ അബ്സാറിൽ എന്താ പറഞ്ഞത്? അയ്യുഫാരിഖൽ ഇമാമു മുസല്ലാഹു അഖബ സലാമിഹി ഇദാ ലം യകുൻ ഖൽഫഹു നിസാഉൻ ഇദാ ലം യകുൻ തമ്മ നിസാഉൻ. ഇമാം സലാം വീട്ടിയ ഉടനെ എഴുന്നേറ്റ് പോകലാണ് ഏറ്റവും ഉത്തമം സുന്നത്ത്. എപ്പോ? പിന്നിൽ ഈ ജമാഅത്ത് നമസ്കരിക്കുവാൻ സ്ത്രീകളില്ലെങ്കിൽ. അപ്പൊ അവിടെ വേറൊന്നുകൂടി വന്നു, ജമാഅത്ത് നമസ്കാരത്തിന് പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജമാഅത്തിന് നമസ്കാരത്തിന് സ്ത്രീകൾക്കും വരാം എന്നുകൂടി അതിൽ
വേറൊരു മസാലയുണ്ട്. അപ്പൊ അങ്ങനെ ഉത്തമം എന്ന് നൂറുൽ അബ്സാറിലുണ്ട്, അതുപോലെ മുതഫർരിദിലുണ്ട്. പള്ളി ദർസിലൊക്കെ മുതഅല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുക്കാനുള്ള കിതാബാണ് ഇതിലുണ്ട്. ഫത്ഹുൽ മുഈൻ അതേ പ്രകാരത്തിൽ തന്നെ അതിന്റെ ഹാഷിയായ ഇആനത്തു ത്വാലിബീൻ, തുഹ്ഫ, ശർവാനി, ഏത് ഷാഫി മദ്ഹബിലെ കിതാബാ വേണ്ടത്? എല്ലാ കിതാബുകളിലും ഇന്ന് നമ്മുടെ നാട്ടിൽ പള്ളികളിൽ കണ്ടുവരുന്ന കൂട്ടപ്രാർത്ഥനയ്ക്ക് എതിരായിട്ടുള്ള പരാമർശങ്ങളാണുള്ളത്. ഇതിന്റെ വെളിച്ചത്തിലാ മുജാഹിദുകൾ ഇത് പറയുന്നത്, അല്ലാതെ ഏതെങ്കിലും ആൾക്കാരോട് വിരോധമുള്ളത് കൊണ്ടല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വാരിതായിരുന്നുവെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തു കാണിച്ചു തന്നിരുന്നെങ്കിൽ നമുക്കത് ചെയ്യാമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തു കാണിച്ചു തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് അത് ബിദ്അത്താണെന്ന് പറയുന്നു. ഇതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, ഔലിയാക്കന്മാർ. ആരാ ഔലിയാക്കന്മാർ? ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ ആളുകൾ വിചാരിച്ചത് ഒരു പ്രത്യേക ഹാവഭാവങ്ങളോടുകൂടി നടക്കുന്ന, പ്രത്യേക വേഷഭൂഷാദികളോടുകൂടി നടക്കുന്ന ചില ആളുകൾക്ക് നീണ്ട തലപ്പാവുണ്ടാവും. തലപ്പാവിനെ എതിർക്കല്ലോ, തലപ്പാവ് കെട്ടുന്നവര് കെട്ടിക്കോട്ടെ, തൊപ്പിടുന്നവര് ഇട്ടോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. അത് ഓരോരുത്തന്റെ ഇഷ്ടം. ചില ആൾക്കാർ ചെറുപ്പത്തിലെ തൊപ്പി ധരിച്ചവരുണ്ടാവും, ചില ആളുകൾ ചെറുപ്പത്തിലെ തലപ്പാവ് ധരിക്കുന്നവരുണ്ടാവും, തീരെ തലപ്പാവ് ധരിക്കാത്തവരുണ്ടാവും. അതൊന്നും ഇപ്പം വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. അത് വയല് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ നമ്മൾ ഇങ്ങനെ രണ്ട് കഷ്ണാകേണ്ട ആവശ്യമല്ല. അത് ഓരോ നാട്ടിലെയും സമ്പ്രദായങ്ങളാണ്. ഇപ്പൊ അറബി വസ്ത്രങ്ങൾ ധരിക്കുന്നു, അറബികളുടെ ആ വേഷം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ആ വേഷം ധരിക്കുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരാൾ അറബി വേഷം ധരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ആ വേഷം ധരിച്ചോട്ടെ, ഹറാമൊന്നും അല്ലല്ലോ. ഉത്തരേന്ത്യയിലെ മനുഷ്യന്മാര് പൈജാമയും കൂർത്തയും ധരിക്കുന്നുണ്ട്, അത് അവരുടെ നാട്ടിലുള്ള ഒരു വേഷമാണ്, അതവർ അങ്ങനെ ധരിച്ചോട്ടെ. അതിന്റെ പേരിൽ നമ്മൾ ആരെയും പരിഹസിച്ചിട്ടില്ല, പരിഹസിക്കേണ്ട ആവശ്യമില്ല. അത് ധരിക്കുന്നവരും ധരിക്കാത്തവരുണ്ട്, അതൊരു പ്രശ്നമേ അല്ല. പക്ഷേ ആ തൊപ്പിയും തലപ്പാവും ധരിച്ചവർക്കേ ഇസ്ലാംക്കാർ അറിയുള്ള അവകാശമുള്ളൂ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ വിമർശിക്കാണ്ട്, അങ്ങനെയൊന്നല്ല. ആ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറയണമെങ്കിൽ പറയണമെങ്കിൽ തൊപ്പിയിടം ധരിക്കുന്നില്ല, എന്തിനൊന്നുമില്ല. ധരിക്കുന്നവര് ധരിച്ചോട്ടെ, നത്തോടിക്കാൻ ഒരു കാലം അടിച്ചു മാറ്റേണ്ട ആവശ്യമല്ല. ഓന്റെ തലി കടിച്ചെന്നാ തലി കെട്ടെടുത്ത് വെച്ച എന്ന് പറഞ്ഞാൽ വിമർശിക്കേണ്ട കാര്യമല്ല. ഇത്രയുള്ളൂ ആ വിഷയം. അതൊരു പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട തലനാരിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് തൗഹീദ. അള്ളാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അഭൗതികമായ മാർഗത്തിലൂടെ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ. ഇത് മുജാഹിദ് പ്രസ്ഥാനം അതിന് ഒന്നാം തീയതി മുതൽ ഒന്നുകൂടി അറക്ക പറഞ്ഞു വന്നിരിക്കുന്നു. പലരും കാണുന്നു. ഇങ്ങനെ കൂടാ. അള്ളാഹ്ക്ക് രക്ഷിക്കാൻ കഴിയും. അള്ളയാണത് നമ്മെ സൃഷ്ടിച്ചത്. അള്ളാഹ് നമ്മെ രക്ഷപ്പെടുവാൻ കഴിവുണ്ട്. അങ്ങനെയുള്ള സഹായിക്കണേ എന്ന് തേടിയാൽ ശിർക്ക, യാതൊരു സംശയമല്ല. മരണപ്പെട്ടു പോയ ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്കാകുന്ന പോലെ തന്നെ ശിർക്കാണ്. മലക്കെ സഹായിക്കണേ, ജിന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ ഒരു വ്യത്യാസമില്ല. അല്ലാതെ ജിന്നുകളെ വിളിച്ച് സഹായം നേടിയാൽ, മലക്കുകളെ വിളിച്ച് സഹായം നേടിയാൽ അത് തൗഹീദും, മരണപ്പെട്ടു പോയവരെ വിളിച്ച് സഹായം നേടിയാൽ അതിൽ ശിർക്കോ, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിനില്ല. എന്തുകൊണ്ട്? രണ്ടും അഭൗതികം തന്നെ. കാരണം എന്താണെന്നറിയോ? ജിന്ന് എന്ന സമൂഹം തന്നെ, ജിന്ന് എന്നുള്ള സമൂഹത്തിനെ തന്നെ നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധ്യമല്ല, നമുക്കവരെ മനസ്സിലാക്കാനും സാധ്യമല്ല.
പക്ഷെ ജിന്നി എന്ന് പറയുന്ന ഒരു വർഗം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഖുർആനിൽ ആ ജിന്നുകളെ കുറിച്ച് പറയുന്നത് കൊണ്ട്, ഖുർആനിൽ ജിന്നുകളെ കുറിച്ച് പറയുന്നത് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ ജിന്നുകളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് നമ്മൾ ജിന്നുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് അംഗീകരിക്കുന്നു. അവരവരുടെ ഹാലുമായിട്ട് നടന്നുകൊള്ളട്ടെ. നമ്മൾ എന്തിനാ പലരും പല വിഷയത്തെക്കുറിച്ചും റിസർച്ച് നടത്താറുണ്ട്. ചില ആളുകൾ ഏതെങ്കിലും പരിഷ്കർത്താക്കളെ കുറിച്ചായിരിക്കും. ഇപ്പൊ നാസിറുദ്ദീനുൽ അൽബാനി വഫാത്തായിപ്പോയി. ആധുനിക കാലഘട്ടത്തിലെ ഹദീസ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ തലയെടുപ്പുള്ള ഒരു നല്ല പണ്ഡിതനായിരുന്നു നാസിറുദ്ദീനുൽ അൽബാനി. ആ കാര്യത്തിൽ ആർക്കും തർക്കമല്ല. അപ്പൊ നാസിറുദ്ദീനുൽ അൽബാനി എന്ന വിഷയത്തെ പറ്റി ഡോക്ടറേറ്റ് എടുത്തു. ആയിക്കോട്ടെ, ഡോക്ടറേറ്റ് എടുക്കാനോ, കാരണം അദ്ദേഹം അത് ഒരു അമാനുഷികമായ മനുഷ്യനല്ല, അല്ലെങ്കിൽ അദൃശ്യമായ നിലക്കുള്ള ഒരു സൃഷ്ടിയല്ലല്ലോ, ദൃശ്യമായ സൃഷ്ടിയാണ്. ആയിക്കോട്ടെ, നേരെ മറിച്ച് ആ നാസിറുദ്ദീനുൽ അൽബാനിയെ പോലെയാണോ ഈ ജിന്നിനെ പറ്റി റിസർച്ച് നടത്തൽ? ജിന്ന് എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? മറഞ്ഞു കിടക്കുന്നത് എന്നാ. പിന്നെ ആ മറഞ്ഞു കിടക്കുന്ന സൃഷ്ടികളുടെ പിന്നാലെ പോയിട്ട് റിസർച്ച് നടത്തേണ്ട ഒരു കാര്യം നമുക്കില്ല. വിട്ടേക്കുക, അവര് നമ്മളെ രക്ഷപ്പെടുത്തൂല. അവരോട് നമ്മൾ സഹായം ചോദിക്കാനും പാടില്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കും. ഇതൊക്കെ പറഞ്ഞാലും അങ്കലാപ്പുണ്ടാക്കും. സുലൈമാൻ നബിയുടെ ആജ്ഞയനുസരിച്ച് ജിന്നുകൾ കെട്ടിടം പണിതിട്ടില്ലേ? അതുപോലെ കടലിൽ മുങ്ങിയിട്ട് മുത്തുകൾ വാരിയെടുത്ത് കൊണ്ടുവന്നിട്ടില്ലേ? ഇതെന്താണ് സംഭവം? അത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല നൽകിയ മുഅ്ജിസത്താണ്. യാതൊരു സംശയം വേണ്ട. മുഅ്ജിസത്തിനെ നമ്മൾ അംഗീകരിക്കുന്നു. സുലൈമാൻ നബിക്ക് അല്ലാഹു തആല നൽകിയ മുഅ്ജിസത്താണത്. കടലിൽ മുങ്ങിയിട്ട് മുത്തുകൾ വാരിയെടുത്തു ജിന്നുകൾ. അതുപോലെ കെട്ടിടം പണിയിലാണ്. അങ്ങനെ സുലൈമാൻ നബി പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ടാണ് അദ്ദേഹം നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത്. ഇയാൾ ആ ഇരുത്തത്തിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ സുലൈമാൻ നബി മരിച്ച വിവരം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ച വിവരം ജിന്നുകൾ അറിഞ്ഞില്ല. അവരിങ്ങനെ പിന്നെ നോക്കുമ്പോഴാണ് അദ്ദേഹം കുത്തിപ്പിടിച്ചിരുന്ന ആ വടി അത് ചതല് തിന്ന് അവസാനം ഇയാൾ മറിഞ്ഞു വീണു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിഞ്ഞു വീണു. മറിഞ്ഞു വീണപ്പോഴാണ് സുലൈമാൻ നബി മരിച്ചു എന്ന വിവരം ജിന്നുകൾ അറിയുന്നത് തന്നെ. ആ സ്പോട്ടിൽ ഉണ്ടായിട്ട്, ആ സ്പോട്ടിൽ ആ ഇരിപ്പിടത്തിൽ കുത്തിയിരിക്കുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് മരിച്ചത് ആർക്ക് മനസ്സിലായില്ല? ജിന്നുകൾക്ക് മനസ്സിലായില്ല. നോക്കൂ നിങ്ങൾ, ഇത് വൈബ് ജിന്നുകൾക്കറിയില്ല, മലക്കുകൾക്കറിയില്ല. വൈബ് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അത് പണ്ടുകാലത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഇന്നും അത് ഊന്നി പറയേണ്ടതുണ്ട്. നീ പറയുക, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള അദൃശ്യം അല്ലാഹുവല്ലാതെ മറ്റാർക്കും അറിയില്ല. ആകാശഭൂമികളിലുള്ള അദൃശ്യ വൈബ് അല്ലാഹുവിനല്ലാതെ ആർക്കും അറിയില്ല. ഭീമാർക്കറിയില്ല, തങ്ങന്മാർക്കറിയില്ല, പണിക്കന്മാർക്കറിയില്ല. അവർക്കാർക്കും വൈബറിയില്ല. വൈബ് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അത് ആ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയതാണ്. മലക്കുകളെ വിളിച്ച് സഹായം തേടാനും ജിന്നുകളെ വിളിച്ച് ഇസ്തിഗാസ നടത്തുവാനും മരണപ്പെട്ടു പോയവരെ വിളിച്ച് സഹായം തേടുവാനും ഒക്കെ കാരണമായി തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ അത് മനസ്സിലാക്കണം. വൈബ് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. എന്നാൽ നോക്കൂ സഹോദരന്മാരെ,
ഔലിയാക്കന്മാർക്ക് വൈബറിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഔലിയാക്കന്മാരെ ആദരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആളുകൾ കൂട്ടിയുണ്ടാക്കിയിട്ടുള്ള നൂലാമാലകൾ മൊയ്തീൻ ഷെയ്ഖ് അള്ളാഹുവിന്റെ വലിയാണ്, നല്ല വലിയ മുജാഹിദുകൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു. എങ്ങനെ? മാനപ്പാട്ടിൽ പരിചയപ്പെടുത്തുന്ന ഷെയ്ഖ് എന്നുള്ള രൂപത്തിലല്ല, മൗലിദിൽ പരിചയപ്പെടുത്തുന്ന ഷെയ്ഖ് എന്നുള്ള രൂപത്തിലല്ല, നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ സാക്ഷാൽ കിതാബുണ്ട് ഫുതൂഹുൽ ഗൈബ്. അത് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കൈപ്പടയിൽ എഴുതിയ കിതാബാണ്. അതുപോലെ ഫത്ഹുർ റബ്ബാനി മൊയ്തീൻ ഷെയ്ഖിന്റെ കിതാബാണ്. ഉയ്യ അത് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കിതാബാണ്. ആ കിതാബുകളിലൊക്കെ പറഞ്ഞത് നീ അള്ളാഹുവിനോട് മാത്രമേ സഹായം അർത്ഥിക്കാവൂ. ഒരൊറ്റ ഇബാറത്ത് മാത്രം ഞാൻ ഉദ്ധരിക്കട്ടെ. മുഹിയുദ്ദീൻ ഷെയ്ഖ് ഫുതൂഹുൽ ഗൈബിൽ പറയുന്നു, പടപ്പുകളിൽ ആരോടും നീ ആവരാതി ബോധിപ്പിക്കാൻ പാടില്ല. പക്ഷെ മൊയ്തീമാലയിൽ പറയുന്നതോ എന്നോട് ചോദിപ്പിൻ വേണ്ടുന്നതേരും അല്ല. മൊയ്തീമാലയിൽ പറയണത് എന്ത് കാര്യം ആർക്ക് വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി, ഞാനത് നിവർത്തിക്കൊടുക്കും, ഞാനത് സഫലമാക്കി കൊടുക്കുമെന്ന് മാലയിൽ പറയുന്നു. അതേ സമയത്ത് മുഹീദ്ദീൻ ഷെയ്ഖ് അദ്ദേഹത്തിന് എന്താണേയും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആരോടും നീ ആവലാതി ബോധിപ്പിക്കുവാൻ പാടില്ല. വലാ തത്തഹിമന്ന റബ്ബകത്തിൽ ബാത്തിനി വാഹിരി, പ്രത്യക്ഷമായും പരോക്ഷമായും തെറ്റിദ്ധരിക്കാനും പാടില്ല. പുലർത്തിക്കൊണ്ടിരിക്കുന്നത് മൊയ്തീൻ ഷെയ്ഖ് അള്ളാഹുവിന്റെ വലിയ തന്നെ ഷെയ്ഖ് തന്നെ. പക്ഷേ മൊയ്തീൻ ഷെയ്ഖിനോട് ഇസ്തിഹാദ് നടത്താൻ പറ്റുമോ? മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാൻ പറ്റില്ലെന്ന് ഖുർആൻ പറയുന്നു. സുരജമായത്തിന്റെ പല പണ്ഡിതന്മാരും പറയുന്നു. അതാണല്ലോ കൊട്ടപ്പുറം സംവാദത്തിൽ നമ്മൾ കേട്ടത്. മുജാഹിദുകളുമായി സംവാദം നടത്തുന്ന ആ വേദിയിൽ വെച്ച് പണ്ഡിതന്മാർ ഹംദും സ്വലാത്തുമൊക്കെ ചൊല്ലുന്നതിന് മുമ്പ് തന്നെ മുഹീദ്ദീൻ ഷെയ്ഖിനോട് ഇസ്തിഹാദ നടത്തി. യാ സയ്യിദി സനദി ഔതി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അഅദാഇ ബിൽ മുദദി ബിദാഹി ഫതല്ലാഹി ബി നാമുഹിയദ്ദീൻ. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ فأنزلا سكينة علينا وثبت الأقدام إن لاقينا والمشركون قد بغوا علينا إذا أرادوا فتنة أبينا നോക്കൂ, ഖന്തക്ക് യുദ്ധത്തിൽ കിടങ്ങ് കുഴിച്ച സന്ദർഭത്തിൽ സ്വഹാബത്ത് പാടി, പ്രവാചകനും പ്രോത്സാഹനം കൊടുത്തു. എന്താണ് ആ പാട്ട്? അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈന, അല്ലാഹുവേ നീ സല്ലൈന, ഞങ്ങൾ സ്വതക്ക കൊടുക്കുമായിരുന്നില്ല, ഞങ്ങൾ നമസ്കരിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ശാന്തിയും സമാധാനവും പഠിച്ചവനെ ഇറക്കിത്തരണമേ. ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്ന സന്ദർഭത്തിൽ അടർക്കളത്തിൽ ഉറച്ചു നിൽക്കുവാൻ സ്ഥൈര്യം നൽകണമേ. വൽ മുശ്രികൂന, ഈ ആരാധകർ കതുബഹൗഅലൈന, ഞങ്ങൾക്കെതിരിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇദാ അറാദൂ ഫിത്നതൻ ബൈന, ഞങ്ങളെ കുഴപ്പത്തിലാക്കാൻ അവർ ഉദ്ദേശിച്ചാൽ ഞങ്ങളത് ചെറുക്കുക തന്നെ ചെയ്യും എന്ന് ഖന്തക്ക് യുദ്ധത്തിൽ സ്വഹാബാ കിറാമും പ്രവാചകനും പാടിയ ആ തൗഹീദിന്റെ പാട്ടുകൾ CP ഉമർ സുല്ലമി അവരുകൾ കൊട്ടപ്പുറം സ്റ്റേജിൽ വെച്ച് അവതരിപ്പിച്ച അതിനെ ഗണ്ണിക്കാൻ
രക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തുള്ള മുസ്ലിംമാർ ഉദ്ധരിച്ചത് ാകുന്ന ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരിൽ ഞങ്ങൾക്ക് സഹായം നൽകണേ. ആരോടാ പ്രാർത്ഥന? ബഗ്ദാദിൽ മറമാടപ്പെട്ട് കിടക്കുന്ന മുഹിയുദ്ദീൻ ഷേഖിനോടാണ്. എത്രയോ കിലോമീറ്റർ ഇപ്പുറേ സ്ഥിതി ചെയ്യുന്ന കൊട്ടപ്പുറത്തെ ആ സ്റ്റേജിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത്, ഇസ്തിഗാസ നടത്തുന്നത്. നോക്കൂ നിങ്ങൾ, ഇതാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഇത് മൊയ്തീൻ ഷേഖിനെ ആദരിക്കലല്ല, ബഹുമാനിക്കലല്ല. മുഹയ്യിദ്ദീൻ ഷേഖിന് വെച്ചു കൊടുക്കുന്നു മുഹയ്യിദ്ദീൻ മാലയിൽ ഏതാ വരി? അവണ്ണം നല്ല വിളിച്ചോവർ. അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിയാണ് മൊയ്തീൻ ഷേഖ്. അപ്പൊ അള്ളാഹുത്താൻ എന്ത് ചെയ്തു? അതിന് ഞാൻ ഒരിക്കൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു മുസ്ലിയാർ വന്നിട്ട് അതിന് വ്യാഖ്യാനം കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, എന്താണെന്നറിയോ? അള്ളാഹ് ഹൗദുൽ കൗസർ സൃഷ്ടിച്ചു. ഹൗദുൽ കൗസർ സൃഷ്ടിച്ചിട്ട് മൊയ്തീൻ ഷേഖ് പറഞ്ഞു ശാല ഉഗ്രാനായിട്ടുണ്ട്. എന്താ മൊയ്തീനെ നിന്റെ ആവശ്യം? എനിക്കതിന്റെ നടുവിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഹൗദുൽ കൗസറിലേക്ക് അങ്ങ് ഇറങ്ങിയത്രേ. ഇറങ്ങിയത് പരാമാർത്ഥം അള്ളി അങ്ങോട്ട് വഴുതി വീണത്രേ. നോക്കി, ഒരു മുസ്ലിയാർ പ്രസംഗിച്ചതാ വർഷങ്ങൾക്ക് മുമ്പ്. എന്നിട്ട് എന്തിന് ന്യായീകരിക്കാൻ വേണ്ടി? അതാണ് അതിന്റെ പശ്ചാത്തലം. വാഴിൽ ഗണന പ്രസംഗം നടക്കുന്ന സംവാദ സ്റ്റേജുകളിലൊക്കെ പറഞ്ഞത് എന്താണെന്നറിയോ? അല്ല ഒരു തീരുമാനമുണ്ട്. പ്രശ്ന അഭിപ്രായം ചോദിച്ചിട്ട് തീരുമാനിക്കുകയുള്ളൂ. നോക്കി, അള്ളാഹ് എന്ത് ശൈഖുന, ശൈഖ പണ്ഡിതന്മാർ എത്തിയിരിക്കുകയാണ്. എത്ര ഗൗരവമുള്ളൊരു കാര്യമാണ്. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? അള്ളാഹുവിന്റെ ഇടുക്കി ഇറങ്ങൂലെ സഹോദരന്മാര്? അള്ളാഹുവിന്റെ ഇടുക്കി ഇറങ്ങൂലെ സഹോദരിമാര്? നമ്മൾ ആലോചിച്ച് നോക്കുക, അള്ളാഹിനെ കുറിച്ചായി പറയുന്നത്. അപ്പൊ അള്ളാഹു ഈ രൂപത്തിൽ ഒന്നിനും കഴിവില്ലാത്ത ഈ ഔലിയാക്കന്മാരെ ഭയപ്പാടോടുകൂടി കണ്ടെത്തുന്ന ഒരു അവസ്ഥയിൽ ഇതുപോലെ തന്നെ നോക്കൂ, നമ്മുടെ ഈ മനസ്സിനകത്തുള്ളത് മുഴുവൻ അള്ളാഹ് അറിയുന്ന മുരീമാലയിൽ പറയില്ലേ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോവർ. കുപ്പിക്കകത്തുള്ള ഒരു വസ്തുവിനെ കാണുന്ന പോലെ നമ്മുടെ കൽഭകത്തുള്ളത് മൊയ്തീൻ ഷെയ്ഖിന് അറിയും. മൊയ്തീമാലയിൽ ആ മൊയ്തീൻ മാലയിൽ തന്നെ പറയുന്നത് എന്താണെന്നറിയോ? ആ മൊയ്തീൻ ഷെയ്ഖിന്റെ കണ്ണിൻ പിരിയത്തിൽ റിഫായി ഷെയ്ഖ് കയറി ഒളിച്ചു. അതൊട്ട് കാണാനും കഴിഞ്ഞില്ല. നോക്കിങ്ങള്, ഖാജാ മുഹീദ്ദീനും നാമും കളിക്കുമ്പോൾ കണ്ണിൻ പിരിയത്തിൽ മേലെ ഒളിച്ചോവർ. നമ്മുടെ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നു എന്നതുപോലെ നമ്മുടെ കൽഭകത്തുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന മൊയ്തീൻ ഷെയ്ഖ്, ആ മൊയ്തീൻ ഷെയ്ഖിന്റെ കണ്ണിൻ പിരിയത്തിൽ കയറിച്ചത് മൊയ്തീൻ ഷെയ്ഖിന് കാണാൻ കഴിഞ്ഞില്ല. ഇത് രോധാസാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് പ്രമാണമെന്നുകൊണ്ട് ആളുകൾ സിക്കും. ഇത് പ്രമാണങ്ങളല്ല കൂട്ടരെ, ഇത് നമ്മുടെ തൗഹീദിനൊരു ഖുർആനിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് എന്ന് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. എന്നെയും നിങ്ങളെയും മുഹിയുദ്ദീൻ ഷെയ്ഖിനെയും റിഫായി ഷെയ്ഖിനെയും മമ്പുറം തങ്ങളെയും എല്ലാവരെയും സൃഷ്ടിച്ച അജയ്യനായ അള്ളാഹു, സർവശക്തനായ അള്ളാഹു, ആ അള്ളാഹുവിനെ മാത്രം നാം വിളിച്ച് പ്രാർത്ഥിക്കുക. ആ അള്ളാഹുവിനോട് മാത്രം നാം പ്രാർത്ഥിക്കുക. അള്ളാഹിനോട് മാത്രം അഭൗതികമായ മാർഗത്തിലൂടെ ഇസ്തിഗാസ നടത്തണം, സഹായാർത്ഥന നടത്തണം എന്ന് പറയുമ്പോൾ അതിനെ
വസ്വാസാക്കുകയും എന്നിട്ട് ഈ ശിർക്കിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയുമാണ് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ സമ്മേളനത്തിൽ വിശ്വാസ വിശുദ്ധി എന്ന പ്രമേയം നാം ചർച്ചക്കായിട്ട് എടുത്തുവച്ചിട്ടുള്ളത്. നമ്മുടെ വിശ്വാസം ശുദ്ധമായി തീരേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിൽ നിന്ന് എല്ലാവിധ ചെകുത്താന്മാരെയും ഇറക്കിയിട്ട് അള്ളാഹുവിനുള്ള വിശ്വാസം അചഞ്ചലമാക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹുവിനെ പ്രതിഷ്ഠിക്കാൻ, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുവാൻ, അഭൗതികമായ മാർഗത്തിലൂടെ അള്ളാഹുവിനോട് മാത്രം ഇസ്തിആദ നടത്തുവാൻ എന്ന് മുസ്ലിം സമൂഹം തയ്യാറാകുന്നുവോ അപ്പോൾ മാത്രമേ നമുക്ക് ഇസ്സത്തുണ്ടാവുകയുള്ളൂ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ നാം ആദരിക്കണം. ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ? അതും നമ്മൾ മനസ്സിലാക്കണം. ഏതെങ്കിലും സമയത്ത് പ്രത്യേകമായ വേഷത്തിലൂടെ നമ്മുടെ നാട്ടിൽ ഊരിചുറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളെ പിടിച്ചിട്ട് ഔലിയാക്കന്മാരാക്കാൻ പോവണ്ട. അവർ തട്ടിപ്പുകാരാണ്. പല കഥകളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാൻ അജ്മീറിൽ നിന്ന് വരികയാണ്, അജ്മീർ ഫക്കീറാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഊരിചുറ്റിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അജ്മീറിലേക്ക് നേർച്ച ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് നേർച്ച കൊണ്ടുപോകാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് എന്താ പറയുന്നത് അറിയോ? നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചോളാം, അജ്മീറിലെ ഷെയ്ഖ് അതിന് ഉത്തരം നൽകും. അതിനെന്താ വേണ്ടത്? അതിന് 2 പവൻ തരണം, സ്വർണ്ണവള തരണം. എന്നിട്ട് നമ്മുടെ സഹോദരിമാർ ആ സ്വർണ്ണവള അയച്ചു കൊടുക്കാം. നോക്കിങ്ങള്, അങ്ങനെ എത്ര തട്ടിപ്പുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ? ഇന്നവര് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. ഇപ്പോ സാധാരണ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തപ്പെടാറുള്ളത് എന്താ? ആരെയാണ്? ഏർവാടിയിലുള്ള ഷെയ്ഖ്, അത് അള്ളാഹിന്റെ ഔലിയ. അതുപോലെ വേങ്ങര ഒരു കോയപ്പാപ്പ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. അദ്ദേഹത്തിന് ഭ്രാന്തായിരുന്നു. ഭ്രാന്തന്മാര് എന്തെല്ലാം ചെയ്യും. അപ്പൊ അയാളെ പണി എന്താ വെച്ചാൽ അയാൾക്ക് ശിക്ഷിക്കപ്പെടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഭ്രാന്തന്മാർക്ക് തെക്കിരിപ്പില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വസ്ത്രം ഉണ്ടാവില്ല. വിചാരം എന്താണെന്നറിയോ? ഔലിയാണ്. കാരണം എന്താണെന്നറിയോ? ആലമുൽ അർവാഹിന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ. ആലമുൽ അർവാഹിന ദൃശ്യങ്ങൾ കണ്ടിട്ട് അവർ സായുജ്യമടയുകയാണ്, സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു വിരോധാഭാസം അത്! എന്നിട്ട് ഈ ഭ്രാന്തന്മാർക്ക് ഭ്രാന്തന്മാരെ ഭ്രാന്തായിട്ട് നിൽക്കാൻ സമ്മതിക്കൂല. അവരെ പിടിച്ചിട്ട് ഔലിയാക്കന്മാരാക്കുക. എന്നിട്ട് അവരെ പിടിച്ചിട്ട് ഔലിയാക്കന്മാരാക്കുക. അവരുടെ അടുക്കലേക്ക് ആശീർവാദത്തിന് വേണ്ടി പോവുക, ബർക്കത്തിന് വേണ്ടി പോവുക. എന്തൊരു ഗതികേടാണിത്! ഇങ്ങനെയുള്ളൊരവസ്ഥ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാകാൻ സാധിക്കും. ഖുർആൻ പറയുന്നത്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അറിയുക, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവർക്കൊന്നും ഭയപ്പെടാനില്ല, അവരൊന്നും